നമ്മൾ ഇന്നലെ ചിന്തിച്ച ഭാഗം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. 19-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ച ഭാഗം പൗലോസ് എഫെസോസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3.5 വർഷത്തെ അവിടുത്തെ പ്രവർത്തനം വളരെ ശക്തിമത്തായ ഒരു പ്രവർത്തനമായിരുന്നു. 3.5 വർഷം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു ശക്തിയാണ് അർതെമിസ് ദേവി എന്ന് പറയുന്നത്. എവിടെ ഈ വിഗ്രഹങ്ങളും വിഗ്രഹാരാധനയും അമ്പലങ്ങളും അതിൻ്റെതായ ചുറ്റുപാടുകളും ഉണ്ടെങ്കിലും അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ടെന്ന് ദൈവമക്കൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ടാണ് അവിടെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതൊരിക്കലും ദൈവശക്തിയല്ല. കാരണം അതിനൊരു തെളിവാണ് പൗലോസ് അവിടെ ചെന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദുഷ്ടശക്തിയുടെ അതിന്റെ എന്താ പറയുന്നതിന്റെ വ്യാപാരം, അതിന്റെ ബലം, അതിന്റെ പ്രവർത്തന മണ്ഡലം ക്ഷയിപ്പാൻ തുടങ്ങി. അപ്പോൾ ആ പ്രവർത്തന മണ്ഡലം ക്ഷയിച്ചു തുടങ്ങിയത് എന്നുള്ളതിന്റെ ലക്ഷണമാണ് ആളുകൾ ആ സേവ വിട്ട്, ആ ആരാധന വിട്ട് പൗലോസ് പറയുന്ന യേശുക്രിസ്തുവിനെ വിശ്വസിപ്പാനിടയായി. അപ്പോൾ ആ അമ്പലത്തിലേക്കുള്ള ഒഴുക്ക് നിന്നു. അവിടെയുള്ളതായ ആളുകളുടെ വരവ് കുറഞ്ഞു, അവിടെയുള്ള വരുമാനം കുറഞ്ഞു. പിന്നെ അവിടെ ദമത്രിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെറിയ പ്രതിമകൾ ഉണ്ടാക്കി വിൽക്കുന്നവനായിരുന്നു. തൻ്റെ ആ ബിസിനസ് ഡൗൺ ആയി. കാരണം ഇതാരും വാങ്ങിച്ചോട്ട് പോകുന്നില്ല. ആ നിലയിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവശക്തിയുടെ മുൻപിൽ ആ അന്യായ ശക്തി കെട്ടടങ്ങി. ദൈവശക്തിയുടെ മുൻപിൽ ആ അന്യായ ശക്തി കെട്ടടങ്ങുവാൻ തുടങ്ങി. അതിന്റെ വ്യാപാര ശക്തി കുറഞ്ഞു. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ദൈവശക്തിയേക്കാൾ ശക്തി കുറഞ്ഞ ഒന്നാണ് മറ്റുള്ള എല്ലാ ശക്തികളും. അതിന്റെ പേരിലാണ് അവിടെ എഫെസോസിൽ വലിയ വിപ്ലവം ഉണ്ടാകാൻ കാരണമായിട്ട് ജനത്തെ സംഘടിപ്പിച്ച് പൗലോസിനെതിരായി വലിയ പ്രക്ഷോഭം ഉണ്ടാകുവാനിടയായി. പക്ഷെ അതിൽ നിന്ന് ദൈവം പൗലോസിനെ രക്ഷിച്ചു. ആ പട്ടണത്തിന്റെ ഒരു ക്ലർക്ക്, പട്ടണ മേനോൻ എന്ന് പറയുന്നതാണ്, പട്ടണത്തിന്റെ ക്ലർക്ക് എഴുന്നേറ്റ് പൗലോസിന് അനുകൂലമായി സംസാരിച്ചു. പൗലോസ്, നിങ്ങൾക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, നിങ്ങളുടെ അമ്പലം കവർ ചെയ്തിട്ടില്ല, നിങ്ങളുടെ അമ്പലം അവിടെ തന്നെ ഉണ്ട്, പൗലോസും കൂട്ടുപ്രവർത്തകരും നിർദോഷികളാണ് എന്ന് പറഞ്ഞ് പൗലോസിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുവാനിടയായിട്ട്. അത് ദൈവത്തിന്റെ ഒരു ഇടപെടല്ല. ദൈവം ഇടപെട്ട് പൗലോസിനെ അവിടുന്ന് രക്ഷിക്കാനിടയായി. എത്ര പ്രതികൂലങ്ങൾ ഉയർന്നു വന്നാലും, എത്ര പ്രയാസങ്ങൾ വേലയുടെ മുമ്പിൽ ഉണ്ടായാലും അത്ഭുതകരമായി ദൈവം ഇടപെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. അവന് സ്തോത്രം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ഇന്നും വിടുവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഭാരതത്തിൽ അനേക സ്ഥലങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, അനേക ഹോളുകൾ തല്ലിത്തകർക്കുന്നുണ്ട്, അനേക ദൈവദാസന്മാരെ പുസ്തകങ്ങൾ വലിച്ചു കീറി തെരുവിൽ എറിയുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി ശക്തിപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി ശക്തിപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ഇന്നലെ ഞാൻ പ്രത്യേക ഒരു വാക്യം എടുത്ത് ഊന്നി പറഞ്ഞത് ഇതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടായെങ്കിലും പൗലോസ് പിന്മാറുന്നില്ല. പൗലോസ് അവിടെ നിന്ന്
മാസിഡോണിയ, ഗ്രീസ് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്ന ചരിത്രമാണ് 20-ാം അധ്യായത്തിൽ തൊട്ട് ഇനി നമുക്ക് ചിന്തിക്കുവാനുള്ളത്. നമുക്ക് അവിടേക്ക് വരാം. മാസിഡോണിയ, ഗ്രീസ് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് പൗലോസ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ വേല നിർത്തിവെച്ചു പോവുകയല്ല, നേരത്തെ സന്ദർശിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി അങ്ങനെ പല സ്ഥലങ്ങൾ പിന്നെയും സന്ദർശിച്ച ശേഷം യെരുശലേമിലേക്ക് പോകുന്ന ഒരു ചരിത്രമാണ് 20-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ വരുമ്പോഴേക്കും ഈ ലൂക്കോസ് എഴുതി വരുമ്പോൾ ഒരു വലിയ ചരിത്രം ലഘൂകരിച്ചാണ് എഴുതുന്നത്, സമ്മറൈസ് ചെയ്ത് അവിടെ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. ഒരു വലിയ ചരിത്രത്തെ സമ്മറൈസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ. കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു പോയി. ആ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചവരെ ഏറിയൊന്ന് പ്രബോധിപ്പിച്ചിട്ട് യവന ദേശത്തെത്തി. അവിടെ 3 മാസം കഴിച്ചിട്ട് സുറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയാൽ മക്കദോന്യ വഴിയായി മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു. ബെരോവയിലെ പുറോസിന്റെ മകൻ സോപത്രോസും തെസ്സലോനിക്കക്കാരനായ അരിസ്തർഹോസും സെക്കുന്തോസും ദർബക്കാരനായ ഗായോസും തീമത്തിയോസും ആസ്യക്കാരായ തുഹിക്കോസും ത്രോഫിമോസും ആസ്യ വരെ അവനോട് കൂടെ പോയി. അവർ മുമ്പേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്നും കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി 7 ദിവസം അവിടെ പാർത്തു. നമ്മള് പൗലോസ് എഫെസോസിൽ നിന്ന് യാത്ര പറഞ്ഞ് നേരെ പോയത് മാസിഡോണിയയിലേക്കാണ്. അതായത് എഫെസോസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന സ്ഥലത്തിനാണ് മാസിഡോണിയ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു മാസിഡോണിയയിലാണ് ഗ്രീസ് ഉള്ളത്. മാസിഡോണിയയുടെ തെക്ക് ഭാഗത്താണ് കോരിന്തുള്ളത്. ആ പ്രദേശത്തിന് മൊത്തമായി പറയുന്ന ഒരു പേരാണ് മാസിഡോണിയ. ആ മാസിഡോണിയയുടെ പ്രദേശങ്ങളിലേക്ക് പൗലോസ് പോയി എന്ന് നമ്മളിവിടെ വായിക്കും. എഫെസോസിൽ നിന്ന് താൻ അവിടേക്ക് പോയത് സുവിശേഷ ഘോഷണാർത്ഥം താൻ ത്രോവാസിലെത്തി എന്ന് നമ്മൾ പറയുന്നു. ഇവിടെ വായിക്കുമ്പോൾ താൻ എഫെസോസിൽ നിന്ന് യാത്ര ചെയ്ത് ത്രോവാസിൽ എത്തി. ഇത് ഇവിടെ പറയുന്ന കാര്യം, ഇതേ കാര്യം 2 കോരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യത്തിൽ കോരിന്ത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ത്രോവാസിലായിരിക്കുമ്പോഴാണ് 2-ാം കോരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം ക്രിസ്തുവിനെ കാണാഞ്ഞിട്ട് എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായതിനാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു. നോക്കുക, ത്രോവാസിൽ വന്ന് താമസിച്ചത് താൻ പറയുന്നത് തീത്തോസിനെ പ്രതീക്ഷിച്ചാണ് അവിടെ താമസിച്ചത്. എന്നാൽ പൗലോസ് ചില ദിവസം ത്രോവാസിൽ കഴിഞ്ഞു, തീത്തോസ് വന്നു ചേർന്നില്ല. അതിനാൽ പൗലോസ് മാസിഡോണിയയിലേക്ക് പോയി. അവിടെ വെച്ച് തീത്തോസിനെ കാണുകയും ഈ ഇതേ നിലയിലുള്ള ശബ്ദമാണ് വരുന്നത്. ഈ ലൈനിൽ വരുന്ന എന്തോ ട്രബിളാണ്. ഓക്കെ, സ്വന്തമാകുന്നത്. ഓക്കെ, അപ്പോൾ തീത്തോസിനെ കാണാഞ്ഞിട്ടാണ് താന് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് മാസിഡോണിയയിലേക്ക് പോയത്. അവിടെ വെച്ച് തീത്തോസ് വന്ന് പൗലോസിനെ കാണുവാനും കോരിന്ത് സഭയെക്കുറിച്ചുള്ളതായ റിപ്പോർട്ട് പറയുവാനും ഇടയായി തീർന്നു. ഇത് കേട്ട് പൗലോസ് വളരെ സന്തുഷ്ടനായി തീർന്നു എന്ന് നമ്മൾ വായിക്കാം. കാരണം
തന്റെ ഏക ആഗ്രഹം താൻ മുമ്പ് പ്രവർത്തിച്ച സഭകൾ എങ്ങനെ ഇരിക്കുന്നു, അവിടെ വിശ്വാസികൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ തീത്തോസിനെ അവിടേക്ക് അയച്ചു. തീത്തോസ് തിരിച്ചു വന്ന് കോരിന്ത് സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞു. ഇത് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കോരിന്ത്യർക്കുള്ള 2-ാം ലേഖനം പൗലോസ് എഴുതുന്നു. അപ്പൊ 2-ാം ലേഖനം എഴുതിയത് മാസിഡോണിയയിൽ വെച്ചാണ്. അവിടെ തീത്തോസിനെ കാത്തിരിക്കുമ്പോൾ തീത്തോസ് കോരിന്തിൽ പോയതിനു ശേഷം തിരിച്ചു മാസിഡോണിയയിൽ വന്നു. ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 കൊരിന്തി 7-ാം അധ്യായത്തിലാണ്. 2 കൊരിന്തി 7-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം 7ഉം വാക്യം കൂടെ വായിച്ചാട്ടെ. 2 കൊരിന്തി 7-ാം അധ്യായം ഞങ്ങൾ മക്കെദോന്യയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവ് ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ. അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. വളരെ പൗലോസ് ത്രോവാസിൽ താമസിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, തീത്തോസ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങളുടെ അവസ്ഥ ഞങ്ങളോട് പറഞ്ഞു. അത് പല പ്രാവശ്യം വായിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഇല്ലാത്ത ഒരവസ്ഥയാണ്. പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? അകത്ത് യുദ്ധം, പുറത്ത് യുദ്ധം, അല്ലേ? അകത്ത് യുദ്ധം, പുറത്ത് യുദ്ധം. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ. ഞങ്ങൾ മക്കെദോന്യയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. കർത്താവിന് സ്തോത്രം. ഈ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ദൈവദാസനാണ് പൗലോസ്. താൻ പറയാണ്, ജഡത്തിനൊട്ടും സുഖമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ശരീരത്തിൽ വേണ്ടത്ര സൗഖ്യമില്ല. കാരണം അകത്ത് യുദ്ധം, പുറത്ത് യുദ്ധം. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കഷ്ടതയും, അകത്ത് വേദനയും, പുറത്ത് കോച്ചും കൊളുത്തും ഭയവും വേദനയും ഒക്കെ സഹിക്കുന്ന ഒരു ശരീരമാണ്. അതുകൊണ്ട് പുതച്ചു മൂടി ചുരുണ്ടുകൂടി കയറി കിടക്കാമെന്നല്ല താൻ ചിന്തിച്ചത്. തന്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളുണ്ട്. കാരണം ഇതിന് മുമ്പേറ്റ കല്ലേറ്, കോലുകൊണ്ടുള്ള അടി, ജയിൽവാസം, പട്ടിണി, വൈതാകം, ഉറക്കളത്ത്, ഇങ്ങനെയുള്ളതായ അനേക കാര്യങ്ങൾ. കാരണം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഒരു വലിയ ലിസ്റ്റ് പൗലോസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അകത്തും പുറത്തും തനിക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തന്റെ ജഡത്തിൽ താൻ വളരെ കഷ്ടം അനുഭവിക്കുന്ന ഒരു വിശ്വാസിയായിരുന്നു, ഒരു ദൈവദാസനായിരുന്നു. ഇതെന്തിനാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഇത് എനിക്ക് മാത്രമുള്ളതല്ല. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ സേവിച്ച എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, അകത്തും പീഡനം വന്നപ്പോൾ പിന്നെ താങ്ങിയ ഒരു നാഥനുണ്ട്. ഇതാ അവിടെ പാടിയ പാട്ടുകാരനുണ്ട്. പാടിയതിന്റെ അർത്ഥം അതാണ്. അകത്തും പുറത്തും ശോധന വന്നപ്പോൾ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. അതിന് സ്തോത്രം. അങ്ങനെ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത്, വേദന അനുഭവിക്കുന്ന സമയത്ത്, കോരിന്തിൽ നിന്ന് വന്ന തീത്തോസ് കോരിന്തിലെ വിശ്വാസികൾ തന്നോട് ചെയ്തതായ കാര്യങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ, അതായത് അടുത്ത വാക്യം ഇനി വായിച്ചു. കോരിന്ത്യർ ലേഖനത്തിലെ അവന്റെ വരവിനാൽ മാത്രം അത് വായിച്ചു. അതുകൊണ്ട് ഞാൻ അധികം ശ്രദ്ധിച്ചു. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു. അതിന്റെ മുകളിലത്തെ വാക്യം 6ഉം 7ഉം വാക്യം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ.
അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ആ സഭ എത്രമാത്രം തീത്തോസിനെ ബഹുമാനിച്ചു, ആദരിച്ചു, അവിടുന്ന് യാത്ര ചെയ്യുവാനുള്ളതായ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മാത്രമല്ല പൗലോസ് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ ഓർത്ത്, എന്നെ ഓർത്ത് വ്യാകുലപ്പെടുകയും ഭാരപ്പെടുകയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതെല്ലാം കേട്ടപ്പോൾ എനിക്ക് വളരെ ആശ്വാസമായി. അപ്പോൾ ഒരു സ്ഥലം സഭ നേരത്തെ ഇവിടെ ശുശ്രൂഷിച്ചവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കടംപ്പെട്ടവരാണ്. വേലക്കാരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കടംപ്പെട്ടവരാണ്. കർത്താവിന് സ്തോത്രം. മുമ്പേ ദൈവദാസിമാര് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുമെന്ന്. അത് എത്ര സന്തോഷമാണ്. അത് കേൾക്കുന്ന വലിയ ഒരു ആശ്വാസമാണ്. തന്നെ സ്തോത്രം. ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ ഇരിക്കുന്ന വേലക്കാരെ നാം കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാം. അവരുടെ നെടുവീർപ്പുകൾക്ക് അതൊരു ആശ്വാസമായി മാറും, അതൊരു തണുപ്പായി മാറും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പൗലോസിനെ അവർ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുവാനിടയായി. അത് തീത്തോസിന്റെ വരവിനാലാണ്. ഇത് കേട്ടപ്പോഴാണ് പൗലോസ് കോരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതുവാൻ ഇടയായി തീർന്നത്. അപ്പൊ 2-ാം ലേഖനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. അപ്പൊ ആ സമയത്ത് സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ചില ദുരുപരിഷ്ഠക്കന്മാരുമുണ്ട്. അവരെ ഖണ്ഡിക്ക് കൂടെയാണ് കോരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ചെയ്യുന്നത്. അപ്പൊ കോരിന്ത്യ ലേഖനം എവിടെ വെച്ച് എഴുതി, 2-ാമത്തെ കോരിന്ത്യ ലേഖനം എവിടെ വെച്ച് എഴുതി, എന്താ എഴുതാനുള്ള കാരണം, അതിനാരാണ് കാരണക്കാരായി തീർന്നത് എന്നെല്ലാം ഈ ഭാഗത്തുനിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗം വിടുന്നു. കർത്താവിന് സ്തോത്രം. ഒരു കാര്യം മാത്രം ഓർമ്മയിൽ വയ്ക്കുക, ദൈവദാസന്മാർക്ക് കഷ്ടങ്ങളുണ്ട്. കർത്താവിനെ സേവിക്കുന്നവർക്കും അകത്തും പുറത്തും പീഡകളുണ്ട്. എന്നാൽ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. ഇതാണ് ഇന്ന് രാവിലെ നമ്മളെ ഈ ഉച്ചയോടുള്ള അടുത്ത സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കേണ്ടത്. അവരെ ദൈവം ആശ്വസിപ്പിച്ചു. അങ്ങനെ പൗലോസ് മാസിഡോണിയയിൽ ആയിരുന്ന സമയത്ത് പൗലോസ് ഈ കോരിന്ത്യ ലേഖനം എഴുതുമ്പോൾ പറയുന്നു, അത് റോമാലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാന് യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെയും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. അതെ, ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെയും ചുറ്റി സഞ്ചരിച്ച് കർത്താവിന്റെ സുവിശേഷം പൂരിപ്പിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം തനിക്കില്ലായിരുന്നു. പലപ്പോഴും നമ്മൾ വായിച്ചു വിടുന്ന ഒരു പേരാണ് ഇല്ലൂരിയ ദേശം. ഇല്ലൂരിയ ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക പേര് യുഗോസ്ലോവിയ എന്നാണ്. ഇന്നത്തെ അതിന്റെ പേര് യുഗോസ്ലോവിയ എന്നാണ്. അപ്പോൾ യെരുശലേം മുതൽ യുഗോസ്ലോവിയ, അതായത് റഷ്യയുടെ ഇപ്പുറം കിടക്കുന്ന സ്ഥലം, നോക്കിയേ, ആ ആസിയയുടെ പടിഞ്ഞാറിന്റെ വടക്കേ ഭാഗങ്ങൾ എല്ലാം ഞാൻ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. ഇന്നത്തെ യാത്ര ചെയ്യുവാൻ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തപ്പോൾ ആ മനുഷ്യൻ ആ ദേശമെല്ലാം ചുറ്റി സഞ്ചരിച്ച് യുഗോസ്ലോവിയയുടെ പ്രദേശങ്ങളെല്ലാം ചുറ്റി സഞ്ചരിച്ച് കർത്താവിന്റെ വേല ചെയ്തു. എന്താണെന്നറിയാമോ? മറ്റൊരുത്തൻ പണിതിന്റെ മീതെ പണിയുവാൻ എനിക്ക് ആഗ്രഹമില്ല. മറ്റൊരുത്തൻ വിതച്ചെടുത്തല്ല താൻ വിതയ്ക്കുന്നത്. പുതിയ വയൽ പ്രദേശം കണ്ടെത്തി അവിടെ സുവിശേഷം അറിയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ പൗലോസ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പൗലോസ് ത്രോവാസിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 20-ാം അധ്യായത്തിൽ അദ്ദേഹം പെന്തക്കോസ്, അതെ, ഈ ത്രോവാസിൽ അവിടെ ഞങ്ങൾ എത്തി 7 ദിവസം അവിടെ പാർത്തു എന്നിവിടെ വായിക്കുന്നു. ഈ ഇടയ്ക്ക് കുറെ ആളുകളുടെ പേരുകൾ നമ്മൾ വായിച്ചു. ഈ പേരുകൾ തന്നോടുകൂടെ ആ സമയത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന സഹോദരന്മാരുടെ പേരുകളാണ് അവിടെ എടുത്ത് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. നമുക്കത് വിശദീകരിച്ച് പഠിച്ചാൽ നല്ലതാണ്. പക്ഷേ
അത് കുറെ സഹോദരന്മാരുടെ പേരുകൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ഇവിടെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കൽ എത്തി 7 ദിവസം അവിടെ പാർത്തു എന്ന് നമ്മൾ വായിക്കും. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയുന്ന പെന്തക്കോസ് പെരുന്നാളിന്റെ ഒക്കെ പുറകിൽ പെസഹാ പെരുന്നാളിനെ കഴിഞ്ഞാൽ ഉടനെ അടുത്ത് വരുന്ന 7 ദിവസത്തെ പെരുന്നാളാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയുന്നത്. അത് യഹൂദന്മാരുടെ ഒരു പെരുന്നാളാണ്. പെസയും അതിനുശേഷം പെസഹാ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ വരുന്ന ഒന്നാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അതായത് പുളിച്ചു വിടാത്ത അപ്പം അവർ ഭക്ഷിക്കുന്നു. പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും ഒന്നിച്ചു വരുന്നതാണ്. പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും അത് പ്രതീകാത്മക വസ്തുക്കളായി നിൽക്കുമെങ്കിലും അത് വേറൊന്നിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. പെസഹായെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടെ നമ്മുടെ ഓർമ്മയിൽ വരേണ്ടത് കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യമാണ്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. അപ്പൊ പെസഹ എന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന ക്രിസ്തുവിന്റെ ബലിമരണത്തെ കുറിക്കുന്നതാണ്. പെസഹ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വരുവാനിരിക്കുന്ന ക്രിസ്തുവിന്റെ ബലിമരണത്തെ കുറിക്കുന്നതാണ് പെസഹ. അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 7 ദിവസത്തെ ഉത്സവമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് യഹൂദന്റെ വീട്ടിൽ പുളിച്ച യാതൊന്നും മാവ് ഉണ്ടായിരിക്കാൻ പാടില്ല. പുളിപ്പ് ഒന്ന് ഉപദേശ പെസഹയെ കുറിക്കുന്നതാണ്. 2 പുളിപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പുളിപ്പ്, അശുദ്ധിയെ കുറിക്കുന്നതാണ്. 3 പുളിപ്പ് എന്ന് പറയുന്നത് അത് പുളിച്ച ഉപദേശങ്ങൾ. ഈ കാര്യങ്ങൾ സഭകളിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഒന്നിച്ചു പറയട്ടെ, പുളിപ്പ് ഭാഷന്റെ ഉപദേശത്തെയാണ്. കാരണം കർത്താവ് പറഞ്ഞു, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുളിച്ച ഉപദേശത്തെ ശ്രദ്ധിക്കായിരുന്നു. അപ്പൊ ഉപദേശമാണ് പുളിപ്പ് എന്ന് പറയുന്നത്. സത്യ ഉപദേശത്തിനാണ് പത്യോപദേശം എന്ന് വേദപുസ്തകം പറയുന്നത്. പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. പത്യോപദേശം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഉപദേശം. അതിന് വിപരീതമായി വരുന്നതെല്ലാം തന്നെ പുളിച്ച ഉപദേശങ്ങളാണ്. അതിനെയാണ് ഇവിടെ പുളിപ്പ് എന്ന് പറയുന്നത്. അതാണ് 1. 2, ജീവിതവുമായി ബന്ധപ്പെട്ടാൽ ദൈവമക്കൾ വിശുദ്ധരായിരിക്കണം. ആ വിശുദ്ധിയുടെ പ്രമാണത്തെ കെടുത്തുന്ന എല്ലാം പുളിപ്പാണ്. പ്രൈസ് ലോർഡ്. പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പുളിപ്പ് കടന്നുകൂടിയാൽ പിണ്ടത്തെ മുഴുവനും അത് പുളിപ്പിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഒരു സ്ത്രീ ഒരു പറ മാവിൽ ഒരല്പം പുളിച്ച മാവ് എടുത്ത് വെച്ച് അടച്ചു വെക്കുന്നു. പിറ്റേ ദിവസം ആ ഒരു പറ മാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അങ്ങനെയാണല്ലോ നമ്മള് പാലപ്പമൊക്കെ ചൂടാന് പുളിപ്പിക്കുന്നത്. അല്പം പുളിപ്പ് ഈസ്റ്റ് ഇട്ടാൽ മതി, അതെന്ത് ചെയ്യും? പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അതുകൊണ്ട് ദൈവസഭയാകുന്ന ഗാത്രത്തെ, ശരീരമാം സഭയിൽ ഈ 2 കാര്യങ്ങളും നുഴഞ്ഞു കയറരുത്. ഏതെല്ലാമാണ്? 1, ഉപദേശ പിശകുകൾ, അത് പുളിപ്പാണ്. 2, ജീവിത പിശകുകൾ, അത് കയറരുത്. ഇവ 2ഉം നീക്കി നമ്മൾ ആത്മാവിലെയും ശരീരത്തിലെയും സകല കന്മഷവും നീക്കി നമ്മൾ ജീവിതത്തെ വെടിപ്പാക്കി വിശുദ്ധരായി തീരണം. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിസ്സാര കാര്യങ്ങളാണ് ഈ ഗാത്രത്തെ, ഈ ശരീരമാം ഗാത്രത്തെ പുളിപ്പിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾ. കാരണം ഈസ്റ്റ് എന്ന് പറയുന്നത് അത് 1 കിലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, 1 സ്പൂണ് മതി.
അത് അതിനകത്ത് ഇട്ടാൽ അത് മുഴുവനും പൊളിപ്പിക്കും. ഇതുപോലെയാണ് ഒരു ചെറിയ കാര്യം മതി ദൈവത്തിന്റെ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ. സോളമൻ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഞാൻ പറഞ്ഞത്, ചത്ത ഈച്ച തൈലം മുഴുവൻ നാറ്റുമാറാക്കുന്നുണ്ട്. അപ്പൊ ഒരു ഈച്ച വീണാ മതി, ഒരു ഭരണി സുഗന്ധദ്രവ്യം അശുദ്ധമായി തീരുവാൻ. അശുദ്ധമാകുകയല്ല, അത് ഉപയോഗശൂന്യമായി തീരും. ചെറിയ ചെറിയ കാര്യങ്ങളാണ് സഭകളെ ശോചനീയമായ അവസ്ഥയിൽ നശിപ്പിച്ചു കളയുന്നത്. ഇവിടെ ഒരു 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 ചെറുപ്പക്കാരത്തി സഹോദരി അന്യഭാഷയെക്കുറിച്ചും പാഷന്മാരെ കുറിച്ചും ഒക്കെ ഇങ്ങനെ യൂട്യൂബിനകത്ത് ചില മെസ്സേജുകൾ ഇടുന്നു. അവർക്കറിയാവുന്നതൊക്കെ അവരുടെ അത് വായിക്കുന്നവർക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവും. മറ്റൊരു സഹോദരി ഇരുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ തല മൂടേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ കഷ്ടമാണ് എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നതുണ്ട്. കുറെ പെൺകുട്ടികൾ അതിന്റെ പുറകെയും പോകും. ചിലർ പറയും ഈ ചുമ്മാതെ മണ്ടത്തരം പണ്ടുള്ള അപ്പച്ചന്മാര് പറഞ്ഞതാണ്, ആഭരണമൊക്കെ ഉപേക്ഷിക്കണമെന്ന്. അതൊക്കെ വെറുതെ ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞ ഒരു കൂട്ടര് മുൻപോട്ട് വന്നാലുണ്ടല്ലോ, കുറെ പേര് അതിന്റെ പുറകെ. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പറയാമല്ലോ, ഒരുത്തൻ അമ്മയെ തല്ലിയാല് അമ്മയെ തല്ലുന്ന ശരിയാണെന്ന് പറയാനും കുറെ പേര് കാണും, തെറ്റാണെന്ന് പറയാനും കുറെ പേര് കാണും. ഇതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ ഇതിനെല്ലാമുള്ള മറുപടി ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. അപ്പൊ പൗലോസ് അതേ കോരിന്തിൽ നിലനിന്നതായ ദുരുപദേശങ്ങളെ മനസ്സിലാക്കി അവർക്ക് കോരിന്ത് ലേഖനം എഴുതിയതിനു ശേഷം, രണ്ടാം ലേഖനം എഴുതിയ ശേഷം ത്രോബാസിൽ വന്ന് അവിടെ ഇരിക്കുമ്പോഴാണ്, അതെ താമസിക്കുമ്പോൾ ഒരു കാര്യം സംഭവിച്ചതായിട്ടാണ് പിന്നെ നമ്മൾ വായിക്കുന്നത്. ത്രോബാസിൽ നിന്ന് വിട വാങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു കാര്യം നടന്നു. ത്രോബാസിലെ സഹോദരന്മാർ അവിടെ നിന്ന് പൗലോസിനെ കണ്ടു. ഇവിടെ കാണുന്ന കാര്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ, അത് ത്രോബാസിൽ നടക്കുന്ന കാര്യമാണ്. 7-ാമത്തെ വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യുത്തിക്കോസ് എന്ന യവനക്കാരൻ കിളിവാതിക്കൽ ഇരുന്ന് ഗാഠനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കാൻ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണ് തഴകി, ശ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിൽ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടുപോയി. അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു. ആമേൻ. പൗലോസ് ത്രോവാസിൽ വന്ന് അവിടെ പാർക്കുകയാണ്. മുകളിൽ നമ്മൾ വായിക്കുന്നത്, അവരുടെ അടുക്കലെത്തി 7 ദിവസം അവിടെ പാർത്തു. 7 ദിവസം അവിടെ പാർത്തതിന് ശേഷം അവിടുന്ന് യാത്ര പുറപ്പെടുവാൻ പോവുകയാണ്. ഒരു യാത്രയയപ്പ് യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ അധ്യായത്തിൽ 3 യാത്രയയപ്പ് യോഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എഫേസോസിൽ നിന്നുള്ള യാത്രയയപ്പ്. അതാണ് 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ. ഒന്ന്, എഫേസോസിൽ നിന്നുള്ള യാത്ര പറച്ചിൽ. 2, ത്രോവാസിൽ നിന്നുള്ള യാത്ര പറച്ചിൽ. അത് 7-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെയാണ്. 3, മിലേത്തോസിൽ നിന്നുള്ള യാത്ര പറച്ചിൽ. അത് 17 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നുകൂടെ പറയാം. 1, എഫേസോസിൽ നിന്നുള്ള യാത്ര പറച്ചിൽ. 2, ത്രോവാസിൽ നിന്നുള്ള യാത്ര പറച്ചിൽ. 3, മിലേത്തോസിൽ നിന്നുള്ള യാത്ര പറച്ചിൽ. ഇവിടെ പൗലോസ് ത്രോവാസിൽ നിന്ന് യാത്ര പറഞ്ഞ് പോരുകയാണ്. അവിടെയുള്ള സഹോദരന്മാർ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ഇത് നടക്കുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്നവിടെ വായിക്കുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്നൊരു പ്രസ്താവന കാണാൻ കഴിയും. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ന് പറയുന്നത് സൺഡേയാണ്. കാരണം ശാബത്ത് യഹൂദനെ സംബന്ധിച്ച് ശനിയാഴ്ചയാണ്.
ശനിയാഴ്ച കഴിഞ്ഞ് വരുന്ന പിറ്റേ ദിവസത്തെയാണ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം എന്ന് പറയുന്നത്. യഹൂദ കണക്കനുസരിച്ച് രാത്രി 12 മണി മുതൽ പിറ്റേ ദിവസം 12 മണി വരെയുള്ള സമയമാണ് അവർ ദിവസം കണക്കാക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച രാത്രി തുടങ്ങി 12 മണി കഴിയുമ്പോൾ പിറ്റേ ദിവസം ആരംഭിക്കുകയാണ്. നമുക്കും അങ്ങനെയാണല്ലോ പിറ്റേ ദിവസം ആരംഭിക്കുന്നത്. പിറ്റേ ദിവസം ആരംഭിക്കുന്നത് കൊണ്ട് പൗലോസ് ആ രാത്രിയിൽ, ശാബത്തിന്റെ രാത്രിയിൽ യാത്രയപ്പ് യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കർത്തൃ ദിവസം എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കും. കർത്തൃ ദിവസം അവിടെ എഴുതിയിരിക്കുന്നത്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഐ വാസ് ഇൻ സ്പിരിറ്റ്, ഞാൻ ആത്മാവിലായെന്നാണ്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി. അപ്പൊ കർത്തൃ ദിവസം എന്താ അവർ ചെയ്തുകൊണ്ടിരുന്നത്? പ്രധാനമായി കാര്യം, കർത്തൃ ദിവസത്തിൽ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നു. കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണ്? സൺഡേ ആണ്. അതിന്റെ മറ്റൊരു പേരാണ് കർത്തൃ ദിവസം, അല്ലെങ്കിൽ 1-ാം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നു. അപ്പം നുറുക്ക് എന്ന് പറയുന്നത് ലോർഡ്സ് സപ്പറിനെ കുറിക്കുന്നതാണ്. തിരുവഴുത്തിൽ പല പേരുകൾ അതിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പേരാണ് അപ്പം നുറുക്കുക, കൂട്ടായ്മ ആചരിക്കുക. അപ്പം നുറുക്കുക അതൊരു പേരാണ്. രണ്ടാമത്തെ പേരാണ് അത് എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ മേശ എന്ന് പറഞ്ഞാൽ, അതിന് നമ്മൾ ലോർഡ്സ് സപ്പർ എന്ന് പറയുന്നത് കർത്താവിന്റെ മേശ. വേറൊരു പേര് അതിന് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിയൻ, കൂട്ടായ്മ എന്ന, ഹോളി കമ്മ്യൂണിയൻ, വിശുദ്ധ സംസർഗം എന്ന് അതിന് പറയാറുണ്ട്. ഹോളി കമ്മ്യൂണിയൻ. പേരെന്ന് പറയുന്നത് തിരുവത്താഴം എന്ന മലയാളത്തിൽ പറയുന്നു, അത്താഴം എന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം പകൽ അപ്പം നുറുക്കാറില്ലായിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. അതിന് കൊടുത്തിരിക്കുന്ന ഒരു പേരെന്ന് മാത്രമേ ഉള്ളൂ, തിരുവത്താഴം. അതിന് തമിഴിൽ അപ്പോൾ അതിന് കർത്തൃഭോജനം എന്നാണ് അതിന്റെ അർത്ഥം. അതിന് പേര് കൊടുത്തിരിക്കുന്നത് കർത്തൃഭോജനം. അപ്പൊ തിരുവത്താഴം എന്ന് പറയുന്നത് അത്താഴമാണെങ്കിൽ അത് രാത്രി കഴിക്കണം. കർത്തൃഭോജനമാണെങ്കിൽ അത് രാത്രി കഴിക്കണം. രാപ്പോജനമല്ലേ, രാപ്പോജനം എന്നാണ് തമിഴില് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രം പിടിച്ച് കേരളത്തിൽ ഒരു സഭയുണ്ട്. കാരണം അവര് എന്താ നിങ്ങളുടെ ഉപദേശത്തിന്റെ പ്രധാനമെന്ന് ചോദിച്ചാൽ പറയും, ഞങ്ങൾ രാത്രിയിൽ അപ്പം നുറുക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു സഭയുണ്ടായി. വേറൊരു കൂട്ടം ആളുകൾ വേറൊരു കാര്യം പിടിച്ച് അങ്ങനെ തുടങ്ങി. ഇങ്ങനെ പല കാര്യങ്ങളാണ്. അതൊന്നും അങ്ങോട്ട് പോയിട്ട് വലിയ അർത്ഥമൊന്നും ഉള്ളത് കാര്യമല്ല. അപ്പോൾ പ്രധാനമർഹിക്കുന്ന വിഷയം, അപ്പം നുറുക്കുവാൻ ഞങ്ങൾ കൂടി വന്നു. കർത്തൃ ദിവസത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനമായ ഒരു വസ്തുതയാണ് അപ്പം നുറുക്ക്. രണ്ടാമത്തെ പ്രധാന വിഷയമാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി. കർത്തൃ ദിവസം ആത്മാവിലാകുവാനുള്ള ദിവസമാണ്. കർത്തൃ ദിവസം വിശുദ്ധന്മാർക്ക് കൂടി വരുവാനുള്ള ദിവസമാണ്. അത് 1 കൊരിന്ത്യർ 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, അന്യഭാഷയുണ്ട്, വെളിപ്പാടുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മിക വർധനവിനായി നടക്കട്ടെ. അപ്പോൾ കർത്തൃ ദിവസം അപ്പം നുറുക്കുവാനുള്ള ദിവസമാണ്. കർത്തൃ ദിവസം ആത്മാവിലായി ദൈവത്തെ ആരാധിക്കുവാനുള്ള ദിവസമാണ്. കർത്തൃ ദിവസം കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തമ്മിൽ പ്രബോധിപ്പിക്കുവാനുള്ള ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും ലേഖനം പഠിക്കുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ശേഖരണം നിങ്ങൾ 10 ദിവസത്തിലേക്ക് സൂക്ഷിച്ചു വെക്കണം. അന്ന് അത് കൊണ്ടുവന്ന് അത് ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് കളക്ട് ചെയ്യേണ്ട ദിവസമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ളതായ ധനശേഖരണം അന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ഒന്നിച്ച് കളക്ട് ചെയ്യേണ്ട ഒരു ദിവസം കൂടാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ദിവസമാണ് കർത്തൃ ദിവസം. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
ആ കർത്തൃ ദിവസത്തെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം അർഹിക്കുന്ന കാര്യമാണ് കർത്തൃ ദിവസത്തിൽ അപ്പം നുറുക്കുക എന്നുള്ളത്. പൗലോസ് അവിടെ പ്രസംഗമെന്ന് നീട്ടി എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരോട് പിറ്റേ ദിവസം യാത്ര ചെയ്ത് പോകേണ്ടത് കൊണ്ട് പ്രസംഗം നീട്ടിക്കൊണ്ടേയിരുന്നു. അപ്പൊ യൂത്തിക്കോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇത് 2ാം നിലയാണ്, അതിന്റെ ജനലിങ്കലിരുന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങി ജനലിൽ കൂടെ താഴെ. ഞാനിത് വായിച്ചപ്പോ ഇങ്ങനെ ചിന്തിച്ചു, ഇതിനേക്കാൾ വലിയൊരു പ്രാസംഗികനില്ല. പൗലോസ് ഏറ്റവും വലിയൊരു പണ്ഡിതനാണ്. ആ പൗലോസ് പ്രസംഗിക്കുന്നിടത്ത് കുട്ടിയിരുന്ന് ഉറങ്ങിയാലോ? പിന്നെ ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നിടത്ത് ഉറങ്ങുന്നതിന്റെ അതിശയമുണ്ട്. എത്രയോ പേരാണ് നമ്മൾ സഭായോഗങ്ങളിലൊക്കെ സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങുന്നത് കാണാം. ചിലപ്പോൾ ആരാധന നിർത്തുന്ന ഇങ്ങനെ വെറുതെ ഇരുന്നത്. ഒരിക്കൽ കേരളത്തില് ഒരു സംഭവം ഉണ്ടായി. ഒരു സഭാഹോളി ഭയങ്കര ബഹളമാണെന്ന് പറഞ്ഞ് അയൽവക്കക്കാരൻ ഒരു ഹിന്ദു സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഹർജി കൊടുത്തു. പോലീസുകാർ ഇതൊന്ന് തിരക്കാനായിട്ട് യോഗം നടക്കുന്ന ദിവസം അവിടെ വന്നു. ഇത് ഇയാൾ പറഞ്ഞ ശരിയാണ്, അവിടെ വലിയ ബഹളമാണ്. ആ ബഹളം കൊണ്ട് ഞങ്ങൾക്ക് പിള്ളേർക്ക് പഠിക്കാനൊക്കുന്നില്ല, ഞങ്ങൾക്ക് ഉറങ്ങാനൊക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഈ പോലീസുകാരൻ ഇത് തിരക്കി അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ചോദിച്ചു, എവിടാ ബഹളം നടക്കുന്നത്? എന്താ പറഞ്ഞ, ആ കാണുന്ന സഭാഹോളിലാണെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്ന് അതിന്റെ പുറത്ത് അവിടെ പോയി നിന്ന് നോക്കി. അവിടെ പാട്ട് പാടുന്നുണ്ട്, ഡ്രം അടിക്കുന്നുണ്ട്, നല്ല ആരാധന നടക്കുന്നുണ്ട്. ഞാൻ സൂക്ഷിച്ച് നോക്കപ്പോൾ ഒരു മനുഷ്യൻ ഭിത്തിയെ ചാരി ഇരുന്ന് ഉറങ്ങുകയാണ്. അദ്ദേഹം തിരിച്ചു വന്ന് ഈ ഹിന്ദുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, നീ നോക്കി, നീ അല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഉറങ്ങാനൊക്കുന്നില്ലെന്ന്? അതാ നോക്കി, ആ ഭിത്തിയെ ചാരി ഇരുന്ന് ഒരുത്ത ഉറങ്ങുന്ന കണ്ടത്. ആ മനുഷ്യൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. കാരണം ഇത്ര ബഹളത്തിനിടയിൽ അങ്ങേർക്ക് ഉറങ്ങാമെങ്കിൽ പിന്നെ തനിക്കാണ് ഉറങ്ങാൻ വയ്യാത്തെന്ന് ചോദിച്ചു പോലീസുകാരനങ്ങ് പോയി. ഇതുപോലെയാണ് പലരും ആരാധനയ്ക്കുള്ള ചൂടും പാടുമില്ലാതെ ഉറങ്ങുന്നതായി കാണുന്നു. ഈ മനുഷ്യനും അതുപോലെ ഉറങ്ങി. അവൻ പക്ഷേ അവിടെ താഴെ പോയി. അവൻ മരിച്ചവനെ പോലെയായി. പൗലോസ് ഇറങ്ങിച്ചെന്ന് സഹോദരന്മാർ അവനെ എടുത്തുകൊണ്ട് വന്നു. പൗലോസ് അവന്റെ മേൽ കിടന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അതെ, ഏലിയാവും ഏലിശായും ഒക്കെ മരിച്ചുപോയവരെ ജീവിപ്പിക്കുവാൻ അവരുടെ മേൽ കയറി അവരുടെ മേൽ കവിട് കിടക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പൗലോസ് ഈ മനുഷ്യന് ജീവൻ കൊടുക്കുവാൻ ഇടയായി തീർന്നു. അവൻ അവിടെ നിന്ന് ഉയർത്താൻ ഇടയായി. ജീവൻ പ്രാപിച്ചു വലിയ പൗലോസ് കയറി ചെന്ന് പിന്നീട് അപ്പം നുറുക്കി ശുശ്രൂഷിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു പോയി എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 11ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി എന്ന് പുലരുവോളം സംഭാഷിച്ചു. അപ്പം നുറുക്കി ഭക്ഷിച്ചു, പുലരുവോളം സംസാരിച്ചു. അന്ന് രാത്രി മുഴുവനും പൗലോസ് പ്രസംഗിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു സഭായോഗത്തിന് ടൈം വെച്ച് ഇന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ എന്താ ചെയ്യുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് സമയമല്ല പ്രശ്നം, ഇവർക്ക് ആരാധനയായിരുന്നു പ്രശ്നം. ആമേൻ. പുലരോളം പ്രസംഗിച്ചു. സന്ധ്യയ്ക്ക് കൂടിയതാണ്. അന്ന് രാത്രി മുഴുവൻ ഒരു മുഴുരാത്രി ആരാധന. കർത്താവിന് സ്തോത്രം. ഇതൊരു യാത്രയപ്പ് യോഗമാണ്. പിറ്റേ ദിവസം അത് സൺഡേയാണ്, കർത്തൃ ദിവസമാണ്. ആ കർത്തൃ ദിവസത്തിന്റെ തുടർച്ചയാണ്. അവർ നേരം വെളുക്കുവോളം ദൈവത്തെ ആരാധിച്ചു. അപ്പൊ സമയമല്ല അപ്പോസ്തലന്മാർക്ക് പ്രധാനമായിരുന്നത്, ദൈവത്തെ ആരാധിക്കുന്നതാണ്. ആരാധനയാണ് ജീവിതത്തിൽ പ്രധാനമർഹിക്കുന്നത്. എവിടെ ജീവിതത്തിൽ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുമോ അവിടെ വിടുതലുണ്ട്. അവന് സ്തോത്രം. അവിടെ മരിച്ച ബാലൻ ഉയർക്കുവാൻ ഇടയായി. നമ്മുടെ ആരാധനയിൽ ഒരിക്കലും സമയക്ലിപ്തത വെച്ച്
ഇത്രയും മതി, ഇത്രയും ആരാധിച്ചാൽ മതി എന്ന് നമ്മൾ നിയന്ത്രണം വെക്കുമ്പോൾ നമ്മൾ ചിലതിനെല്ലാം നമ്മൾ ബ്രേക്ക് ഇടുകയാണ്. ദൈവമക്കളെ, നാം ബ്രേക്ക് ഇടരുത്. ഇത് ദൈവത്തിന്റെ ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആരാധിച്ചുകൊണ്ടിരിക്കൂ. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ വിടുതൽ തരുവാനിടയായിരിക്കും. നാം ഒരിക്കലും ഭോഷത്വമല്ല കാണിക്കുന്നത്. നാം ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നാം ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. ദൈവമാണ് നമ്മുടെ ആരാധനയിൽ അതേ പങ്കുചേരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. കർത്താവിന് സ്തോത്രം. അവിടെ വിടുതലുണ്ട്, അവിടെ കഷ്ടതയ്ക്ക് മാറ്റമുണ്ട്, അവിടെ ഹൃദയത്തിൽ ആശ്വാസമുണ്ട്, അവിടെ മനസ്സിൽ കുളിർമയുണ്ട്, അവിടെ രോഗത്തിന് സൗഖ്യമുണ്ട്, അവിടെ വലിയ വിടുതലുണ്ടാകുവാൻ ഇടയായിത്തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ ഇടങ്ങളിൽ, ചെറിയ ചെറിയ കൂടിവരവുകളിൽ ആരാധന ഉയർന്നു കഴിഞ്ഞപ്പോൾ ആ സ്ഥലങ്ങളൊക്കെയും മാറ്റം വന്നു. അവിടെയുള്ള ജീവിതങ്ങൾ രക്ഷിക്കപ്പെടാനിടയായിട്ടുണ്ട്. വലിയ വ്യത്യാസം ജീവിതത്തിൽ വരുവാനിടയായിട്ടുണ്ട്. ഇന്നും അങ്ങനെ സംഭവിക്കും. കർത്താവിന് സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അതേ എഫെസോസിൽ വന്നുള്ള വിടവാങ്ങൽ, അനന്തരം പൗലോസ് അതേ ത്രോവാസിൽ നിന്ന് വിടവാങ്ങുന്ന സമയം, ഈ സമയങ്ങളൊക്കെയും വലിയ വിടുതലിന്റെ സമയമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പേ ആരാധിക്കുമ്പോൾ സമയക്ലിപ്പത ഒരിക്കലും വെക്കരുത്. നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. അവിടെയാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ചിലതിനെല്ലാം അതിർവരമ്പുകൾ വെക്കും. അത് മനുഷ്യത്വമാണ്. എന്നാൽ അതിനപ്പുറത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നാം ചിന്തിച്ച പല വിഷയങ്ങളുണ്ട്. ഇതൊരു വിഷയം, സഹോദരന്മാരാൽ ആശ്വാസം കണ്ടെത്തുന്ന പൗലോസ്. പ്രൈസ് ദി ലോർഡ്. തീത്തോസ് കോരിന്ത സഭയിലെത്തി. തീത്തോസിന് അവർക്ക് ആശ്വാസമായി തീർന്നു. തീത്തോസിന് അവരാൽ ആശ്വാസമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആശ്വസിപ്പിക്കുന്ന സഭ, ധൈര്യപ്പെടുത്തുന്ന സഭ, ഈ നിലയിലായിരുന്നു അന്നത്തെ കൂടിവരവ്. അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകൾ അവരുടെ നടുവിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് പകൽക്കാലം വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.